ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആരൊക്കെ ITR അഥവാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം? വിമുക്ത ഭടന്മാർ നിർബന്ധമായും ഇത് സംബന്ധിച്ച്, അതായത് ഇൻകം ടാക്സ് റിട്ടേൺ സംബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. IT ആക്ട് 2025 നിലവിൽ വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആണല്ലോ. എന്നാൽ ഇപ്പോൾ നമ്മൾ ITR ഫയൽ ചെയ്യേണ്ടത് പഴയ IT ആക്ട് ആയ IT ആക്ട് 1961 അടിസ്ഥാനമാക്കിയാണ്. ഇപ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ 2025-26 ITR ആണ്. IT ആക്ട് 2025 പ്രകാരം നമ്മൾ അടുത്ത വർഷം മാത്രമേ ITR ഫയൽ ചെയ്യുകയുള്ളൂ. ഇപ്പോഴത്തെ ITR ഫയൽ ചെയ്യേണ്ട അവസാന തീയതി 31 ജൂലൈ 2026 ആണ്. നമ്മൾ ഫയൽ ചെയ്യേണ്ടത് ഏത് ITR ആണ്? ITR 1 ആരൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടത്? പെൻഷൻ അല്ലെങ്കിൽ ശമ്പളം, അതോടൊപ്പം പലിശ വരുമാനം തുടങ്ങിയ ലളിതമായ വരുമാനം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ITR 1 ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. നമ്മൾ വിമുക്ത ഭടന്മാരിൽ ഭൂരിപക്ഷം പേരും ITR 1 തന്നെയാണ് ഫയൽ ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ITR ഫയൽ ചെയ്യുന്നതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, കഴിഞ്ഞ വർഷം വരെ ITR 1 ഫയൽ ചെയ്യുന്നവർ ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ പെൻഷൻ അല്ലെങ്കിൽ സാലറിയായി ലഭിക്കുന്നതും അതോടൊപ്പം പലിശ വരുമാനവും ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വരുമാനവും ആയിരുന്നു. ഇതിൽ ഒരു വീട് എന്നത് 2 വീടുകളിൽ നിന്നുള്ള വാടക ലഭിക്കുന്നതും ITR 1 ഈ വർഷം മുതൽ ഫയൽ ചെയ്യാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ മാറ്റം. രണ്ടാമത്തേത് പ്രൈമറി അഡ്രസ്, സെക്കൻഡറി അഡ്രസ് എന്ന ഓപ്ഷനാണ്. അതായത് ഈ വർഷം മുതൽ ITR ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് 2 അഡ്രസ്സുകൾ നൽകാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള ഗുണം ITR റെസിപ്റ്റ് നമുക്ക് അഡ്രസ് പ്രൂഫായും ഉപയോഗിക്കാവുന്നതാണ്. ആയതിനാൽ 2 അഡ്രസ്സിനും പ്രൂഫായി നമുക്ക് ITR റെസിപ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്ഷൻ 80G അനുസരിച്ച് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മൾ നൽകുന്ന സംഭാവനകളുടെ ട്രാൻസാക്ഷൻ ഐഡിയും ഏത് ബാങ്കിലേക്കാണോ നൽകിയത് ആ ബാങ്കിൻ്റെ IFSC കോഡും ഇത്തവണ മുതൽ നമ്മൾ ITRൽ നൽകേണ്ടതായി വരും. അതുപോലെ തന്നെ 12 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉള്ളവർ മാത്രം ഇൻകം ടാക്സ് നൽകേണ്ടതായുള്ളൂ. എന്നാൽ ഇതിനർത്ഥം 12 ലക്ഷത്തിൽ കുറവ് ഇൻകം ഉള്ളവർ ITR ഫയൽ ചെയ്യേണ്ട എന്നല്ല. വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ കൂടുതൽ ഉള്ളവരെല്ലാം ITR ഫയൽ ചെയ്യണമെന്നാണ് നിയമം. ITR ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. പല വിമുക്ത ഭടന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് വരുമാനമായി പെൻഷൻ മാത്രമേ ഉള്ളൂ, ഞാൻ ITR ഫയൽ ചെയ്യണോ എന്ന്. നമ്മൾ ITR ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ: 1. ഇൻകം ടാക്സ് റീഫണ്ട് ലഭിക്കാൻ. അതായത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടുകളിലുള്ള ഡെപ്പോസിറ്റുകൾക്ക് ബാങ്കുകൾ ചെറിയ പലിശ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ബാങ്കുകൾ ഓട്ടോമാറ്റിക്കായി ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതൊക്കെ ചെറിയ എമൗണ്ടുകളായതിനാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല. ഇത്തരത്തിൽ ടാക്സായി നമ്മൾ നൽകിയ തുക നമ്മൾ ITR ഫയൽ ചെയ്താൽ നമുക്ക് റീഫണ്ട് ആകുന്നതാണ്. രണ്ടാമതായി, ബാങ്ക് ലോൺ എളുപ്പത്തിൽ ലഭിക്കാൻ. നമുക്ക് ബാങ്കുകളിൽ നിന്നും പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ, ഹൗസിംഗ് ലോൺ, എഡ്യൂക്കേഷണൽ ലോൺ തുടങ്ങി എല്ലാവിധ ലോണുകളും എളുപ്പത്തിൽ ലഭിക്കാൻ ITR ഫയൽ ചെയ്ത റെസിപ്റ്റ് ഉണ്ടെങ്കിൽ സൗകര്യമാണ്. മൂന്നാമതായി, വിസ ലഭിക്കാനുള്ള അപേക്ഷയ്ക്ക് ഇൻകം പ്രൂഫായി ITR റെസിപ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നാലാമതായി, ഭാവിയിൽ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വിശ്വസനീയമായ രേഖയായും ITR റെസിപ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സർവീസ് പെൻഷൻ എന്നത് സാധാരണ വരുമാനമായാണ് കണക്കാക്കുന്നത്. ആയതിനാൽ ബാധകമായ നികുതി നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ നികുതി നൽകണം. ഡിസബിലിറ്റി പെൻഷൻ സൈനിക സേവനവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, അതായത് ആട്രിബ്യൂട്ടബിൾ ടു മിലിറ്ററി സർവീസ് അല്ലെങ്കിൽ അഗ്രിവേറ്റഡ് ടു മിലിറ്ററി സർവീസോ ആണെങ്കിൽ ഇൻകം ടാക്സിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഫാമിലി പെൻഷന് ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ടോ? തീർച്ചയായും നൽകണം. എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഫാമിലി പെൻഷന് സാലറി അല്ലെങ്കിൽ പെൻഷൻ പോലെ സെക്ഷൻ 16 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കില്ല. പകരം സെക്ഷൻ 57A പ്രകാരം പ്രത്യേക ഡിഡക്ഷൻ ലഭിക്കും.
ഓൾഡ് ടാക്സ് റെജീം അനുസരിച്ച് ഫാമിലി പെൻഷൻ്റെ 1/3 അല്ലെങ്കിൽ 15,000 രൂപ ഇതിലേതാണോ കുറവ് അത് ഡിഡക്ഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ ന്യൂ ടാക്സ് റെജീം അനുസരിച്ചാണെങ്കിൽ ഫാമിലി പെൻഷൻ്റെ 1/3 അല്ലെങ്കിൽ 25,000 രൂപ ഇതിലേതാണോ കുറവ് അത് ഡിഡക്ഷനായി ലഭിക്കുന്നതാണ്. ITR ഫയൽ ചെയ്യാൻ ആവശ്യമായ രേഖകൾ: പാൻ കാർഡ്, ആധാർ കാർഡ്, പെൻഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോം 16, ഫോം 26AS, AIS അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയാണ് ITR ഫയൽ ചെയ്യാൻ ആവശ്യമായ രേഖകൾ. ITR അഥവാ ഇൻകം ടാക്സ് റിട്ടേൺ നമുക്ക് സ്വന്തമായി തന്നെ ഫയൽ ചെയ്യാനും സാധിക്കും. അതെങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.